എടി ഞാനേ നേരത്തെ നെറ്റ്ഫ്ലിക്സ് ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ല. നെറ്റ്ഫ്ലിക്സിന്റെ പാസ്വേഡ് എന്തായിരുന്നു? നമ്മുടെ ആനിവേഴ്സറിയുടെ ഡേറ്റ്. ഏ നമ്മുടെ ആനിവേഴ്സറിയുടെ ഡേറ്റ്. ആനിവേഴ്സറി. ഈ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ നമ്മളധികം കണ്ടതാണോ മിണ്ടിയതാണോ ചായ കുടിക്കാൻ പോകുന്നത് ഉമ്മച്ചിയാണോ? സാധാരണ മനുഷ്യന്മാർ എന്നാ ആനിവേഴ്സറി ആഘോഷിക്കുന്നത്? ഉമ്മ വെച്ച്. ഞാനേ പെട്ടെന്ന് പ്രശ്നം വെച്ചാല് ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്നുള്ള ഡൗട്ട് ആയിപ്പോയി. അതുകൊണ്ടാ. ഡേറ്റ് നമ്പറല്ലേ, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ. ശരിയാ. ആനിവേഴ്സറി മറന്നല്ലേ? ഞാനോ? നീ മറന്നാലും ഞാൻ മറക്കൂല. അടിക്കൂല്ലേ? ഒരു മിനിറ്റ് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഹലോ എടാ, ഞാൻ ഒരു വലിയ പ്രശ്നത്തിലാണ്. എടാ ഞാൻ കല്യാണത്തിന്റെ ഡേറ്റ് ഓർക്കുന്നുണ്ടോ? ശരി. സ്വന്തം ആനിവേഴ്സറി കൂട്ടുകാരനെ വിളിച്ചു ചോദിക്കുന്ന ആദ്യത്തെ ആള് നിങ്ങളായിരിക്കും. അയ്യോ 12 എനിക്കറിയാം. അത് മാർച്ചാണോ മെയ് ആണോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മാർച്ച് വല്ല മെയ് വല്ല 12 അല്ല, 2 ജൂൺ, അതായത് ഇന്ന്. അതെ, വലിയ ഗിഫ്റ്റ് വാങ്ങിച്ചിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാരെയും വിളിച്ചു കൂട്ടി ആനിവേഴ്സറി ആഘോഷിക്കണമെന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഡേറ്റ് എങ്കിലും ഓർത്തിരുന്നത് നല്ലതായിരിക്കും. ആനിവേഴ്സറി മറക്കാൻ മാത്രം മൂരാച്ചി ഹസ്ബൻഡ് ഒന്നല്ല ഞാൻ. ഹാപ്പി ആനിവേഴ്സറി. ഇതിലിപ്പോ പേരൊക്കെ എൻഗ്രേവ് ചെയ്യാൻ പറ്റും. പേഴ്സണലൈസ് പെർഫ്യൂം. അപ്പൊ നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവർക്കുള്ള മെസ്സേജ് ഇതിൽ എൻഗ്രേവ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ കാലിഫോർണിയ കൊണ്ടുപോകാറില്ലായിരുന്നു. തൽക്കാലത്ത് അഡ്ജസ്റ്റ് ചെയ്യേ. കാലിഫോർണിയ സൺഷൈൻ സ്മെല്ലേ. എന്തിനോ ഇനി ആനിവേഴ്സറിയുടെ ഡേറ്റ് മറക്കാതിരിക്കേ. ഞാൻ മറന്നില്ലല്ലോ. ഓ, ആക്ടിങ് ആയിരുന്നു അല്ലേ?